അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ സബ്ജക്റ്റ് വെർബ് എന്ന് പറഞ്ഞ കോംപ്ലിമെൻ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഭാഗമാണ് എടുക്കാൻ പോകുന്നത്. സ്ട്രക്ചേഴ്സ് എന്നും പറയാം, വെർബ് സ്ട്രക്ചേഴ്സ് എന്നും പറയും, പാറ്റേൺസ് എന്നും പറയും, വെർബ് പാറ്റേൺസ്. ഓക്കെ, ഞാൻ ഇവിടെ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. വെർബ് പാറ്റേൺസ് അല്ലെങ്കിൽ സ്ട്രക്ചേഴ്സ് എന്ന് പറയും. മലയാളത്തിൽ അതിന് ഘടനയെന്നാണ് പറയാം. ഓക്കെ, അതിൽ ഫസ്റ്റ് കാറ്റഗറി വരുന്നത് സബ്ജക്റ്റ് പ്ലസ് വെർബാണ്. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ആളുടെ പേരാണ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാം. അപ്പം രണ്ടാമത്തെ കാറ്റഗറി വരുന്നത് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് സബ്ജക്റ്റ് കോംപ്ലിമെൻ്റ് എന്ന് വരും. അത് പറഞ്ഞുതരാം, എക്സാമ്പിൾ കാണിച്ചു തരാം. ബേർഡ്സ് ഫ്ലൈ എന്ന് എഴുതിയിട്ടുണ്ട്. ബേർഡ്സ് എന്ന് പറയുമ്പോൾ എന്താ, സബ്ജക്റ്റ് അല്ലേ. ഫ്ലൈ ഫ്ലൈ എന്ന് പറയുമ്പോൾ ക്രിയ, വെർബ്. അപ്പോൾ എന്താ, അത് ഫസ്റ്റ് കാറ്റഗറിയിൽ വരും, സബ്ജക്റ്റ് പ്ലസ് വെർബ് കാറ്റഗറി. ദിസ് ഈസ് എ പെൻ, ദിസ് സബ്ജക്റ്റാണ്. ഈസ് എന്ന് പറയുമ്പോൾ വെർബാണ്. പെൻ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് കോംപ്ലിമെൻ്റാണ്. പെന്ന് സബ്ജക്റ്റ് അല്ലേ. ഈസ് എ പെൻ എന്നാണ് പറയുന്നത്. അപ്പോൾ സബ്ജക്റ്റ് ഈസ് കോംപ്ലിമെൻ്റ് എന്നായി അങ്ങനെ വീട്ടിൽ വരും. ഓക്കെ, മറ്റേ ബേർഡ്സ് ഫ്ലൈയിൽ അങ്ങനെ വരുന്നില്ല. ഗോപാൽ ലുക്സ് സാഡ്. ഗോപാൽ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റാണ്, ലുക്സ് എന്ന് പറയുമ്പോൾ വെർബാണ്, സാഡ് എന്ന് പറയുമ്പോൾ എന്ത് വരും, സബ്ജക്റ്റ് കോംപ്ലിമെൻറ്റ് എന്നാ പറയാം. സബ്ജക്റ്റ് കോംപ്ലിമെൻ്റ് ആണ്. ഓക്കെ, ഇതാണ്. ഇങ്ങനെ ഇതൊന്ന് ബോർഡിൽ നോട്ട്ബുക്കിൽ എഴുതി വെക്കുമോ? ബാക്കി ഞാൻ ഡിക്റ്റേറ്റ് ചെയ്യാം നോട്ട്സ്. അപ്പം പിന്നെ അടുത്ത സെൻറ്റൻസ് ഫയർ ബേൺസ് എന്നാണ് തന്നിട്ടുണ്ട്. ഇതിൽ സബ്ജക്റ്റ് ഏതാണ്, വെർബ് ഏതാണ് പറയും. ഫയർ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റാണ്, ബേൺസ് എന്ന് പറയുമ്പോൾ വെർബ്. പിന്നെ ഹിസ് ബ്രദർ ബിക്കെയിം എ സോൾജർ. ഹിസ് എന്ന് പറയുമ്പോൾ അവിടെ ഹിസ് ബ്രദർ എന്ന് വരും. ഹിസ് ബ്രദർ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റാണ്, ബിക്കെയിം വെർബാണ്. ആയി എന്നല്ലേ പറയുന്നത്. എ സോൾജർ സബ്ജക്റ്റ് കോംപ്ലിമെൻറ്റ്. ഓക്കെ, എ സോൾജർ. ഓക്കെ, പിന്നെ ദാറ്റ് ബുക്ക് ഈസ് മൈൻ. ദാറ്റ് ബുക്ക് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റാണ്, ബുക്ക് സബ്ജക്റ്റ് അല്ലേ. ഈസ് എന്ന് പറയുമ്പോൾ വെർബാണ്, മൈൻ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് കോംപ്ലിമെൻ്റ് എന്ന് വരും. ഓക്കെ, ക്ലിയർ ആണോ? നമുക്ക് ബാക്കി സെൻറ്റൻസ് ഒക്കെ പഠിക്കാം. ഓക്കെ, ദ മൂൺ ഈസ് ഷൈനിങ്. മൂൺ എന്ന് പറയുമ്പോൾ എന്താ, സബ്ജക്റ്റാണ്. ഈസ് ഷൈനിങ് വെർബാണ്. പിന്നെ ദ ബേബി ഈസ് ക്രൈങ്. ബേബി എന്ന് പറയുമ്പോൾ സബ്ജക്റ്റാണ്, ഈസ് ക്രൈങ് എന്ന് പറയുമ്പോൾ വെർബാണ്. പിന്നെ കമല വാസ് സിംഗിങ്. കമല എന്ന് പറയുമ്പോൾ സബ്ജക്റ്റാണ്, വാസ് സിംഗിങ് എന്ന് പറയുമ്പോൾ നോ, ഇറ്റ്സ് എ വെർബ്. ഓക്കെ, ദ ബെൽ വാസ് റങ്. ഓക്കെ, ദ ബെല്ലടിച്ചു എന്നാണ് പറയുന്നത്, സ്കൂളിൻ്റെ ബെല്ലടിച്ചു എന്നാണ് പറയുന്നത്. ദ ബെൽ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റാണ്, റിങ് എന്ന് പറയുമ്പോൾ വെർബാണ്. പിന്നെ ദ സൺ റോസ്. സൺ റോസ്. സൺ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റാണ്, റോസ് എന്ന് പറയുമ്പോൾ വെർബാണ്, ക്രിയ. ഓക്കെ, പിന്നെ സബ്ജക്റ്റ് വെർബ് കോംപ്ലിമെൻ്റ് കൂടി വരുള്ള ഇത് പഠിക്കാം. ദിസ് ഇസ് എ പെൻ, നേരത്തെ ഞാൻ പറഞ്ഞ കേസ്. ദിസ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റാണ്, ഈസ് എന്ന് പറയുമ്പോൾ വെർബാണ്, ബി എ പെൻ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് കോംപ്ലിമെൻ്റ് എന്നാണ് വരിക. ഹിസ് ബ്രദർ ബിക്കെയിം എ സോൾജർ. ഹിസ് ബ്രദർ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റാണ്, ബിക്കെയിം എന്ന് പറയുമ്പോൾ ക്രിയയാണ്, വെർബാണ്. എ സോൾജർ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് കോംപ്ലിമെൻ്റ് ആണ് വരും. ഓക്കെ, ദാറ്റ് ബുക്ക് ഈസ് മൈൻ. ദാറ്റ് ബുക്ക് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റാണ്, ഈസ് എന്ന് പറയുമ്പോൾ വെർബാണ്, മൈൻ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് കോംപ്ലിമെൻ്റ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് മീ. ഇത് ഞാനാണ്, ഇത് ഞാനാണ്, ഇങ്ങനെ പറയാം. ഇറ്റ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റാണ്, ഈസ് എന്ന് പറയുമ്പോൾ വെർബാണ്, മീ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് കോംപ്ലിമെൻ്റ് ആണ്. ഓക്കെ, ദ മിൽക്ക് ആസ് ടേൺഡ് സോർ. ദ മിൽക്ക് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റാണ്, ആസ് ടേൺഡ് എന്ന് പറയുമ്പം എന്താ വരും, വെർബ് വരും. സോർ എന്ന് പറയുമ്പോൾ എന്താണ്, സബ്ജക്റ്റ് കോംപ്ലിമെൻ്റ് എന്നാണ് വരും. ഓക്കെ, ദ ചിൽഡ്രൻ കെപ്റ്റ് ക്വയറ്റ്. ദ ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റാണ്, കെപ്റ്റ് എന്ന് പറയുമ്പോൾ വെർബാണ്, ക്വയറ്റ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് കോംപ്ലിമെൻ്റ് എന്നാണ് വരും. ഓക്കെ, മൈ ഫാദർ ഗ്രൂ ആംഗ്രി. മൈ ഫാദർ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റാണ്, ഗ്രൂ ഈസ് വെർബ്, ആംഗ്രി സബ്ജക്റ്റ് കോംപ്ലിമെൻ്റ് ആണ്. ഗോപാൽ ലുക്സ് സാഡ്. ഗോപാൽ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ്, ആളുടെ പേരല്ലേ. ലുക്സ് വെർബ്, ക്രിയ. ഓക്കെ, ലുക്സ്. സാഡ് എന്ന് പറയുമ്പോൾ സാഡ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് കോംപ്ലിമെൻ്റ് ആണ്. ഓക്കെ, ക്ലിയർ ആണോ? അത്രയും